10 ശനിയാഴ്ചകൾ ഉൾപ്പെടെ സ്കൂളുകളിൽ 205 പ്രവൃത്തി ദിനങ്ങൾക്ക് ശുപാർശ. QIP യോഗത്തിൽ ഉയർന്ന ശുപാർശയിൽ വിമർശനം ശക്തമാണ്. 210 പ്രവൃത്തി ദിനങ്ങൾ വേണമെന്ന വിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശം അധ്യാപക സംഘടനകൾ തള്ളി. 5 പ്രവൃത്തി ദിനങ്ങൾ കഴിഞ്ഞുള്ള ശനിയാഴ്ചകൾ പ്രവൃത്തി ദിനമാക്കരുതെന്നാണ് അധ്യാപക സംഘടനകളുടെ ആവശ്യം. പ്രതിഷേധങ്ങൾക്ക് നടുവിലാണ് സ്കൂളുകളിൽ പുതിയ അധ്യയന വർഷം 10 ശനിയാഴ്ചകൾ ഉൾപ്പെടെ 205 പ്രവൃത്തി ദിനങ്ങളാക്കാൻ ശുപാർശ ഉയർന്നത്. 2024-25 അധ്യയന വർഷത്തെ അക്കാഡമിക് കലണ്ടർ തീരുമാനിക്കുന്നതിന് കഴിഞ്ഞ ദിവസം ചേർന്ന QIP യോഗത്തിലാണ് ശുപാർശകൾ ഉയർന്നത്. എന്നാൽ 210 പ്രവൃത്തി ദിനങ്ങൾ വേണമെന്ന വിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശം അധ്യാപക സംഘടനകൾ തള്ളി. കലണ്ടർ പ്രകാരം 195 പ്രവൃത്തി ദിനങ്ങളാണ് ഉള്ളത്. ശനിയാഴ്ചകൾ ചേർത്താണ് 205 പ്രവൃത്തി ദിനങ്ങളാക്കിയത്. എന്നാൽ തുടർച്ചയായി 5 പ്രവൃത്തി ദിനങ്ങൾ കഴിഞ്ഞുള്ള ശനിയാഴ്ചകൾ പ്രവൃത്തി ദിനമാക്കരുതെന്ന് അധ്യാപക സംഘടനകൾ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ വർഷവും അധ്യയന ദിനങ്ങൾ കലണ്ടർ പ്രകാരം 195 പ്രവൃത്തി ദിനങ്ങളാണ് ഉണ്ടായിരുന്നത്. ശനിയാഴ്ചകൾ ചേർത്താണ് 205 പ്രവൃത്തി ദിനങ്ങൾ ആക്കിയത്. തുടർച്ചയായി 5 പ്രവൃത്തി ദിനങ്ങൾ കഴിഞ്ഞുള്ള ശനിയാഴ്ചകൾ പ്രവൃത്തി ദിനമാക്കരുതെന്ന അധ്യാപക സംഘടനകൾ ആവശ്യപ്പെട്ടെങ്കിലും ഫലമുണ്ടായില്ല. കഴിഞ്ഞ വർഷവും അധ്യയന ദിനങ്ങൾ കൂട്ടുന്നത് സംബന്ധിച്ച് വിദ്യാഭ്യാസ വകുപ്പും അധ്യാപക സംഘടനകളും തമ്മിൽ തർക്കങ്ങൾ ഉണ്ടായിരുന്നു. ഒടുവിൽ സംഘടനകളുടെ ശുപാർശയ്ക്ക് വഴങ്ങി പ്രവൃത്തി ദിനങ്ങൾ 205 നിജപ്പെടുത്തുകയായിരുന്നു. അധ്യാപക പരിശീലന ദിനങ്ങൾ സംബന്ധിച്ചും തീരുമാനമായിട്ടില്ല. QIP യോഗത്തിലെ ശുപാർശകളിന്മേൽ മന്ത്രിതല ചർച്ചകൾ നടന്നതിനു ശേഷമേ അന്തിമ തീരുമാനം കൈക്കൊള്ളൂ. അതേസമയം അവധി ദിനങ്ങൾ വർദ്ധിപ്പിച്ചാൽ പ്രതിഷേധിക്കാനാണ് സംഘടനകളുടെ തീരുമാനം. ജനം, തിരുവനന്തപുരം.